അഡിനോഡ് ഹൈപ്പർട്രോഫി ഇല്ലാത്ത ഒരു കുട്ടി വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് തടസ്സം നേരിടാറുണ്ട്? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അലർജി തന്നെയാണ്. സ്ഥിരമായി അലർജിയുള്ള കുട്ടികൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് തടസ്സം നേരിടാറുണ്ട്. രണ്ടാമതായി വരുന്നത് ഒരു സൈനസൈറ്റിസ് ആണ്. മൂക്കിന്റെ സൈഡിലുള്ള വായു അറകൾ ആയ സൈനസുകളിൽ സ്ഥിരമായി ഇൻഫെക്ഷൻ വരുന്നത് മൂക്കിൽ ശ്വാസം എടുക്കുന്നതിന് തടസ്സം വരുത്തുന്നുണ്ട്. മൂന്നാമതായി വരുന്നത് DNS അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, മൂക്കിന്റെ പാലം വളയുന്ന ഒരു അവസ്ഥയും കുട്ടികളിൽ മൂക്ക് സ്ഥിരമായി അടഞ്ഞു പോകുന്നതിന് കാരണമാകാറുണ്ട്. നാലാമതായി വരുന്നത് ടോൺസിലൈറ്റിസ്, ടോൺസിൽസ് സ്ഥിരമായി വീങ്ങി നിൽക്കുന്നത് മൂക്കിലേക്കും അതിന്റെ ഇൻഫെക്ഷൻസ് പടരുന്നതിനും ആ ഭാഗങ്ങളിൽ നീർക്കെട്ടുണ്ടാകുന്നതിനും മൂക്ക് അടഞ്ഞു പോകുന്നതിനും കാരണമാകാറുണ്ട്. അഞ്ചാമതായി കാണുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ഥിരമായി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സ്ഥിരമായി ഉണ്ടാകുന്നത് കുട്ടികളുടെ മൂക്കിൽ തടസ്സം സൃഷ്ടിക്കും. അവസാനമായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹാബിച്വൽ മൗത്ത് ബ്രീത്തേഴ്സ്. ഒരു പ്രാവശ്യം അഡിനോഡ് ഹൈപ്പർട്രോഫി പോലുള്ള അസുഖങ്ങൾ ഉണ്ടായ കുട്ടികൾ സ്ഥിരമായി മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശീലിച്ച് അത് അവർക്ക് തടസ്സമില്ലെങ്കിലും വായിലൂടെ തന്നെ ശ്വാസം എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഈ കാരണങ്ങളാണ് സാധാരണയായി മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് കുട്ടികളെ തടസ്സം സൃഷ്ടിക്കുന്നത്.